സംഗീതജ്ഞൻ AR റഹ്മാനുമായി വേർപിരിഞ്ഞതായുള്ള റിപ്പോർട്ടുകളിൽ കൂടുതൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സൈറ ബാനു. ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ചികിത്സയ്ക്കായി ചെന്നൈയിൽ നിന്ന് മുംബൈയിലെത്തിയതാണെന്നും റഹ്മാനിൽ നിന്ന് മാറി നിന്നതാണെന്നും അവർ അറിയിക്കുന്നു. റഹ്മാനെതിരെ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ തള്ളിയ സൈറ അദ്ദേഹം ലോകത്തെ തന്നെ ഏറ്റവും മികച്ച പുരുഷനാണെന്നും വ്യാജ ആരോപണങ്ങളും അപകീർത്തികരമായ പരാമർശങ്ങളും അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. ശബ്ദ സന്ദേശത്തിലൂടെയാണ് സൈറ ബാനു പ്രതികരിച്ചതെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. ഏതാനും മാസമായി ശാരീരികമായി നല്ല സുഖത്തിലായിരുന്നില്ല ഞാൻ. അതുകൊണ്ടാണ് ARൽ നിന്ന് ഒരു ഇടവേള എടുക്കണമെന്ന് ആഗ്രഹിച്ചത്. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് മോശമായി ഒന്നും പറയരുതെന്നാണ് മുഴുവൻ യൂട്യൂബർമാരോടും തമിഴ് മാധ്യമങ്ങളോടും അപേക്ഷിക്കാനുള്ളത്. കിടിലൻ മനുഷ്യനാണ് അദ്ദേഹം, ലോകത്തെ തന്നെ ഏറ്റവും മികച്ച പുരുഷൻ. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് ചെന്നൈ വിട്ടത്. ചെന്നൈയിലില്ലെങ്കിൽ സൈറ എവിടെയാകുമെന്നാകും നിങ്ങൾ അന്വേഷിക്കുന്നത്? ഞാൻ ബോംബെയിലാണുള്ളത്. ചികിത്സയുമായി മുന്നോട്ട് പോവുകയാണിപ്പോൾ. ARന്റെ ചെന്നൈയിലെ തിരക്ക് പിടിച്ച ഷെഡ്യൂൾ മൂലം ഇത് നടക്കില്ല. അദ്ദേഹത്തെയോ മക്കളെയോ ആരെയും ശല്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അവർ പറയുന്നു. കിടിലൻ മനുഷ്യനാണ് റഹ്മാനെന്നും അദ്ദേഹത്തിന്റെ സ്വകാര്യതയെ മാനിക്കണമെന്നും സൈറ ആവശ്യപ്പെടുന്നുണ്ട്. ബേസ് ആർട്ടിസ്റ്റ് മോഹിനി ഡേയുമായി ബന്ധപ്പെടുത്തി പ്രചരിക്കുന്ന അഭ്യൂഹങ്ങളും അവർ തള്ളി. അദ്ദേഹത്തെ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അത്രയും ഇഷ്ടമാണ് അദ്ദേഹത്തെ. അദ്ദേഹം ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് ഈ വ്യാജ ആരോപണങ്ങളെല്ലാം നിർത്തണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകും, സൈറ പറയുന്നു. തങ്ങൾ മാറി നിൽക്കുകയാണെന്നും ഒന്നും ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെന്നും അവർ വ്യക്തമാക്കി. ചികിത്സ പൂർത്തിയായാൽ ചെന്നൈയിലേക്ക് തിരിച്ചെത്തും. അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുന്നത് അവസാനിപ്പിക്കണമെന്നും സൈറ ബാനു അപേക്ഷിച്ചു. ദിവസങ്ങൾക്ക് മുമ്പ് സൈറ ബാനുവിന്റെ അഭിഭാഷക വന്ദന ഷായാണ് വിവാഹമോചനത്തെക്കുറിച്ചുള്ള സൂചനകളുമായി വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത്. വർഷങ്ങൾ നീണ്ട ദാമ്പത്യ ജീവിതത്തിന് ശേഷം AR റഹ്മാനും സൈറയും വേർപിരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും അത്യധികം വേദനയോടെയാണ് ഇത്തരമൊരു തീരുമാനത്തിലെത്തിയെന്നുമായിരുന്നു കുറിപ്പിൽ അറിയിച്ചത്. ഇരുവരും തമ്മിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങളെക്കുറിച്ചും വാർത്താക്കുറിപ്പിൽ സൂചിപ്പിച്ചിരുന്നു. വിവാഹം കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം സൈറ തന്റെ ഭർത്താവ് AR റഹ്മാനുമായി പിരിയാൻ തീരുമാനിച്ചിരിക്കുന്നു. ബന്ധം തുടർന്നു പോകുന്നതിലെ വൈകാരിക സമ്മർദ്ദത്തെ തുടർന്നാണ് തീരുമാനം. പരസ്പരം അഗാധമായ സ്നേഹമുണ്ടായിട്ടും പിരിമുറുക്കങ്ങളും ബുദ്ധിമുട്ടുകളും തങ്ങൾക്കിടയിൽ പരിഹരിക്കാനാവാത്ത വിടവ് സൃഷ്ടിച്ചതായി ഇരുവരും മനസ്സിലാക്കുന്നു. ഈ സാഹചര്യത്തിൽ പ്രശ്നപരിഹാരം സാധ്യമല്ല. വേദനയും നിരാശയും മൂലമാണ് ഈ തീരുമാനം എടുത്തതെന്ന് സൈറ വ്യക്തമാക്കി. ഈ പ്രയാസകരമായ സന്ദർഭത്തിൽ സൈറയുടെ സ്വകാര്യത മാനിക്കണം. ഇങ്ങനെയായിരുന്നു കുറിപ്പിന്റെ ഉള്ളടക്കം. കുറിപ്പ് വലിയ വാർത്തയായതോടെ AR റഹ്മാനും സോഷ്യൽ മീഡിയയിലൂടെ വിവാഹമോചന വാർത്തകളോട് പ്രതികരിച്ചു. 30 വർഷം പിന്നിടുമെന്ന പ്രതീക്ഷയിലായിരുന്നുവെന്നും എന്നാൽ മറ്റൊരു തലത്തിലേക്കാണ് കാര്യങ്ങൾ പോയതെന്നുമുള്ള കുറിപ്പ് പങ്കുവയ്ക്കുകയാണ് അദ്ദേഹം ചെയ്തത്. തകർന്ന ഹൃദയങ്ങളുടെ ഭാരത്താൽ ദൈവത്തിന്റെ സിംഹാസനം പോലും വിറയ്ക്കുന്നുണ്ടാകുമെന്നൊക്കെ റഹ്മാൻ കുറിച്ചിരുന്നു. 95-ലാണ് സൈറയും റഹ്മാനും വിവാഹിതരായത്. ഖദീജ, റഹീമ, അമീൻ എന്നിവരാണ് മക്കൾ.